യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പുനലൂരിൽ നിന്നും നാഗർകോവിൽ വഴി മധുരൈ വരെ പോകുന്ന പുനലൂർ മധുരൈ എക്സ്പ്രസ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. நீ நிதானமா இல்ல, உன் கால் தரையில படல. முதல்ல நில்லு, அப்புறம் வந்து சொல்லு. ലക്ഷക്കണക്കിന് വരുന്ന ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് മാപ്ര പ്രിയേഷിന്റെ കല്യാണം നടന്നു. யார் பழியோ யார் பிழையோ யார் வெச்ச கண்மொழியோ நான் கேட்ட கேள்விக்கு நீ மட்டும்தான் விடைയോ. എന്റെ പ്രിയപ്പെട്ട ചേട്ടൻ, നിങ്ങൾ ഇത് ചെയ്യുമെന്നും ഞങ്ങൾ ഒരിക്കലും കരുത്തില്ല. ഞാൻ മരിക്കുകയാണ്. എന്നാകൂ എൻ വിധിയോ എന്നാകൂ എൻ വിധിയോ എന്നാകൂ. പ്രിയേഷേട്ടൻ ഞങ്ങളെ ചതിച്ചു. പ്രിയേഷേട്ടൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഈ കാണുന്നല്ലവൻ ഈ കാണിക്കുന്നത് പോലെ പിന്നെ ആരാ? എങ്കിയോ പാത്തിരുക്ക. പ്രിയേഷിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി എന്നെക്കാളും 2 വയസ്സിന് ഇളയതാണെങ്കിലും അദ്ദേഹത്തിന്റെ മെച്യൂരിറ്റി ഇത്ര വലുതാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കണ്ടോ, പവറാണ് പ്രിയേഷ്. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ, അതായത് ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം അഭിനയിക്കുന്ന ആക്ഷൻ രംഗങ്ങൾ നമ്മൾക്ക് ലാലേട്ടനോളം വരത്തില്ലെങ്കിലും അതിന്റെ പകുതിയോടെ എത്തും. അതുകൊണ്ട് കോമഡി രംഗങ്ങൾ അദ്ദേഹം ചെയ്യുന്നതിന്റെ ആ വഴക്കം അത് ഞാൻ ഇതുവരെ ആരിലും കണ്ടിട്ടില്ല. അത്ര നന്നായാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. പിന്നെ കുറെ ഷോർട്ട് ഫിലിംസ്, അദ്ദേഹത്തിന്റെ കുറെ ആരാധകരുണ്ട്, അദ്ദേഹത്തിന്റെ ആൽബംസ്, അതിന്റെ എല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനാണ്. അപ്പോൾ കൂടുതലായിട്ട് എനിക്കൊന്നും അദ്ദേഹത്തോട് പറയാനില്ല. അദ്ദേഹത്തെ പ്രൈസ്, അതായത് പുകഴ്ത്താൻ വേണ്ടി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് എല്ലാവിധമായ ആശംസകൾ. അദ്ദേഹത്തിന്റെ ആ മെച്യൂരിറ്റി ഇനി വൈഫും കൂടെ കാണാൻ പോവുകയാണ്. അത്ര വലുതായതുകൊണ്ട് നമുക്ക് എന്താണ് ആ വൈഫിനെ കുറിച്ച് അത് കണ്ടറിയട്ടെ, വൈഫ് മെച്യൂരിറ്റി കണ്ടറിയട്ടെ. ഓക്കെ. പ്രിയേഷേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ എല്ലാരും പറയാറ് പുള്ളിയുടെ അഭിനയത്തെ കുറിച്ചാണ്. അഭിനയത്തിൽ പുള്ളി മലയാള സിനിമയ്ക്ക് കിട്ടാതെ പോയൊരു ജയറാമൻ എന്നാണ് പറയാം. പക്ഷെ എനിക്ക് പറയാനുള്ളത് പ്രിയേഷനുമായിട്ടുള്ള ക്രിക്കറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. കാരണം ഇന്ത്യക്ക് കിട്ടാതെ പോയ വേറൊരു ജോണ്ടി റോഡ്സാ പുള്ളി ഫീൽഡ് ചെയ്യുന്നിടത്തോട്ട് പന്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കാർക്കും പന്തിന്റെ പറയാൻ പോകേണ്ടി വരുന്നില്ല. പുള്ളി എണീപ്പിക്കാനാ പോവാ. എന്തുമാത്രം ഇഞ്ചുറികളുടെ ഒരു കൂമ്പാരം ഇല്ലയോ കരിയർ മൊത്തം. എന്തായാലും ക്രിക്കറ്റിൽ നിന്ന് പുള്ളി പോയത് നമുക്കൊരു തീരാ നഷ്ടം. പ്രിയേഷ് മാമിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനിവിടെ സ്കൂളിൽ പോകാൻ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഒരു സിപ്പൊക്കെ കുടിച്ച് ആടി വരുന്നതാണ്. അന്ന് മുതലേ പ്രിയേഷ് മാമൻ എൻ്റെ മനസ്സിൽ കയറിയതാണ്. പുള്ളി നല്ലപോലെ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കും, പിന്നെ ഒട്ടനവധി വേഷങ്ങൾ ചെയ്യും. അന്ന് തൊട്ട് എനിക്കെന്തോ പുള്ളിയുടെ കൂടെ അഭിനയിക്കണം എന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹത്തിലായിരുന്നു. പുള്ളിക്ക് പ്രണയം, പുള്ളി നല്ലപോലെ പ്രണയം അഭിനയിക്കും. അതേപോലെ ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ, പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ചില സിനിമയിലൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ എണീറ്റ് നിന്നിട്ട് കൈയടിക്കാൻ തോന്നും. അത്തരം സൂപ്പറായിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്. അതെന്തോ ബാക്കിയുള്ള ഒരു നടന്മാരെ നമ്മൾ കണ്ടിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പടങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? അതൊന്നും നമ്മൾ കാണത്തില്ല. അങ്ങനെ പോയി കാണാൻ പറ്റുന്ന സിനിമകളൊന്നും അല്ലല്ലോ ചെയ്ത്. എന്തൊക്കെ കാണിച്ചു വെക്കുന്നത് ആർക്കറിയുന്നത്. പ്രിയേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ നമ്മുടെ ഫാമിലി മെമ്പറാണ്, ചേട്ടൻ്റെ മോനാണ്, കുഴപ്പമില്ല, നല്ല പയ്യനാണ്. അവൻ്റെ കല്യാണം ആയതുള്ള സന്തോഷം. അവന് എല്ലാവിധ ആശംസകളും നേരുന്നു.
പിന്നെ വേറെ പ്രിയസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വേറെ കാര്യമുണ്ട്. ചില ആൾക്കാർ പിന്നെ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് അവന് ഇടയ്ക്കിടയ്ക്ക് ഈ മധുരയെ പോകുന്ന പോക്കണ്ടേ, അവന് കൂടെ ഒരു പോക്കുണ്ട് മധുരയിൽ. അപ്പോൾ പോകുന്നതോ ചില ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് ചിന്ന വീട് വെറ്റപ്പാന്നൊക്കെ പറയുന്നത് മധുരയിൽ. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല, അവൻ്റെ എക്സാമും കാര്യങ്ങളും കൊണ്ട് അവൻ്റെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് അവൻ പോകുന്നതാണ്. പിന്നെ അവൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ, പാവം പിടിച്ച പയ്യനാണ്. In Tamil we'll say Rakshasa Nadigan. Veera Raja Veera Sura Dheera Sura Veera Sora Veera Veera Jnana Mana Varai Vagai Sura பகை போரை நடுகள் சேர்க்கும் வீர மாறா காதல் மாற பூவோரேங்கும் வீரன் ஆயிரம் வேளம் போல போர்க்களம் சேரும் சோழ வேதா ராஜ ராஜ வாராய் வாகை சூழ தமிழ் வாழ்க வாழ்க வீர சோழம் வாழ்க நற்றமிழ் வாழ்க வாழ்க நல்லோரே. முதல்ல நில்லு, அப்புறம் வந்து சொல்லு. ஆசை முகம் குழலாட பாவை தவம் உனக்காக நாடி வரும் நிழலாக துணையாக வா. நானிலமும் திரையாட வாழ்த்தி வரும் மதியாட பெருமைகள் மொழியாக வழியாக வா. ஆசை